ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയതിനെ കുറിച്ചിട്ട് ബി.ജെ.പിയുടെ പുതിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം നമ്മൾ മാരാർജി ഭവൻ സന്ദർശിച്ചിരുന്നു, താങ്കൾക്കതറിയാം. അതുപോലെ തന്നെ അവരുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നമ്മൾ പോയിരുന്നു. അപ്പോൾ ഈ പോയപ്പോൾ തന്നെ അവിടെ വലിയൊരു മാറ്റം നടക്കാൻ പോകുന്നതിൻ്റെ എല്ലാ പ്രതീതിയും അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വീടൊക്കെ തന്നെ മേടിച്ചിരുന്നു. അപ്പോൾ ഇത്തരം അയാൾ എല്ലാ താമസ സൗകര്യവും ഒരുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇത് ഏകദേശം എല്ലാവരും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ചാനലുകളിൽ ചിലരൊക്കെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ മഹാഭൂരിപക്ഷവും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് താല്പര്യമുള്ളവരായിരുന്നു. അതേസമയം നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളൊക്കെ തന്നെ MT രമേശോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വലിയ റാഡിക്കലായിട്ടുള്ളൊരു ചേഞ്ച്, അതായത് കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധം സംഘടനാ സംവിധാനങ്ങളിലൂടെ അല്ലാതെ വളർന്നു വന്ന രാജീവ് ചന്ദ്രശേഖരനെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം താങ്കൾ ചോദിച്ച സ്ട്രാറ്റജിയുടെ പ്രശ്നമെന്ന് പറയുന്നത്, ഈ പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും തൊഴിലാളി വർഗ സിദ്ധാന്തവും അല്ലെങ്കിൽ സമരവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പിണറായി ലാസ്റ്റത്തെ ഒരു കൊല്ലത്തിലേക്ക് പുതിയ വികസന പദ്ധതികളുമായി മുൻപോട്ട് വരികയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഒരു ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് കൂടി മുന്നോട്ട് വെക്കാതെ ഒരു കാരണവശാലും ഒരു കൂടി വരുന്ന ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ വളരെ നിർണായകമായിട്ടുള്ള 18 മുതൽ 30 വയസ്സ് 40 വയസ്സ് വരെയുള്ള വോട്ടുകളെ അല്ലെങ്കിൽ പുതിയ ഒരു യങ് ജനറേഷനെ സ്വാധീനിക്കൽ അത്ര എളുപ്പമല്ല എന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് CPM ആണ്. അങ്ങനെ CPM തിരിച്ചറിഞ്ഞുകൊണ്ട് CPM ഒരു ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് കൂടി മുന്നോട്ട് വെച്ചു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, BJPയുടെ ഒരു ഹാർഡ് കോർ ഹിന്ദുത്വ ഐഡിയോളജിയും ഒരു എക്സ്ട്രീം നാഷണലിസവും ഒക്കെ തന്നെ അവർ ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരത് പരീക്ഷിച്ചു നോക്കിയിരുന്നു. ഇപ്പോൾ അയോധ്യയിൽ അവർ ഫൈസാബാദിൽ അവർ പരാജയപ്പെട്ടു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അയോധ്യ ഇരിക്കുന്ന മണ്ഡലത്തിൽ ഉത്തർപ്രദേശിൽ സീറ്റ് കുറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളിലൂടെ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ഈ പറയുന്ന ഒരു തീവ്ര ഹിന്ദുത്വ ഐഡിയോളജിയോ ഒരു എക്സ്ട്രീം നാഷണലിസമോ ഒക്കെ തന്നെ വലിയ അജണ്ടയാക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലായി ഒരു ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് കൂടി മുന്നോട്ട് വെക്കണം. എങ്കിൽ മാത്രമേ ഒരു 10 കോടിയോളം വരുന്ന പുതിയ വോട്ടേഴ്സിനെ ഇന്ത്യയിൽ സ്വാധീനിക്കാൻ കഴിയൂ എന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. BJPക്ക് ഇപ്പോഴും ഉള്ളത് ഏതാണ്ട് 20-23 കോടിയോളം 25 കോടിയോളം വോട്ടുകളാണ്. അപ്പോൾ അത്തരത്തിൽ 60-65 കോടിയോളം ആളുകൾ വോട്ട് ചെയ്തതിൽ 25 കോടിയോളം വോട്ടുകളാണ്. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ളൊരു വലിയ ആളുകളെ കൂടെ പിടിച്ചുകൊണ്ട് മാത്രമേ കഴിഞ്ഞ തവണ 17% BJPക്കും NDAക്ക് 20%, ഏതാണ്ട് 20%, 19.6% വോട്ടുകൾ BJP നേതൃത്വം കൊടുക്കുന്ന NDAക്കുണ്ട്. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഒരു 5%-മോ 10%-മോ ഉള്ള ഒരു മേജർ ജമ്പിലേക്ക് എത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞ അപ്പൊളിറ്റിക്കലായിട്ടുള്ള പൊളിറ്റിക്സ് ഒന്നുമില്ലാത്ത കമ്മ്യൂണിസവും അതുപോലെ തന്നെ കോൺഗ്രസും നെഹ്റുവും ബാക്കിയുള്ള ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ശ്രദ്ധിക്കാത്ത പൊളിറ്റിക്സ് തന്നെ ഇഷ്ടമല്ലാത്ത ഒരു വലിയ തലമുറയുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ പ്രതിനിധിയാണ് പിണറായി വിജയൻ്റെ മകനും കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളും അടക്കം നിരവധി ആളുകളൊക്കെ തന്നെ അതിൻ്റെ പ്രതിനിധികളാണ്. അവർ ഈ പൊളിറ്റിക്സ് ഒന്നും വലിയ ശ്രദ്ധിക്കാറില്ല. അവരുടെ പണം കിട്ടുക, വലിയ തോതിൽ നല്ല സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയുക, ജോലി ഉണ്ടാവുക എന്നൊക്കെയുള്ളതാണ് കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ തന്നെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർ ആരാണ് എന്ന് കൃത്യമായി നോക്കിയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളിലേക്ക് BJP എത്തിച്ചേർന്നത്. അത് വലിയൊരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയുടെ ഫലമായി BJP നേട്ടം കൊയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. ഇത് തന്നെ. ഇനി രണ്ടാമതൊരു പ്രശ്നം നിങ്ങളോട് പറഞ്ഞാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP 2 സർവേകൾ നടത്തിയിരുന്നു. ആ സർവേകൾ നടത്തിയ ടീമുകൾ 2 ടീമുകളെ വെച്ച് സർവേകൾ നടത്തിയതിൽ നിന്ന് BJPക്ക് മനസ്സിലായ ഒരു കാര്യം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണോ അതുപോലെ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണോ എന്ന് പറഞ്ഞുള്ള വലിയ സർവേകൾ നടത്തിയിരുന്നു. അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എത്രത്തോളം ആളുകളുടെ അടുത്തു നിന്നുള്ളൊരു സ്വാധീനമുണ്ട് എന്നുള്ളത്. ആ സ്വാധീനമുണ്ട് എന്നുള്ള സർവേ നടത്തിയപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതാണ്ട് 30%-ലേക്ക് 32% വരെ ഉള്ള ആളുകൾ ഈ പറയുന്ന നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നുവെന്നാണ്. ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു സർവേയിൽ പോലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൽ 34% ആളുകൾ ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നുവെന്ന് അവർ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ കരിസ്മയുള്ള ഒരു ലീഡറെ കൂടി കേരളത്തിൽ നിന്ന് നേതാവായി കിട്ടിയാൽ
അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന നരേന്ദ്രമോദിയോട് അനുകൂലമുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖരെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പാണ്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം മെറ്റിക്കുലസായി കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്നതുള്ളത് പോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് ചുക്കാൻ പിടിക്കാനുള്ള ചുമതലയാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനുള്ളത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി ഒരു സ്ഥാനാർത്ഥിയായി കാണിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിക്കുന്നു. അതിൽ ജില്ലകളെ തന്നെ വിവിധ ജില്ലകളിലാക്കി, നമുക്കറിയാം നിരവധി ജില്ലാ കോർഡിനേറ്റർമാരാക്കി ആളുകളെ തീരുമാനിച്ചുകൊണ്ട് ഒരു ജില്ലയെ തന്നെ 3 or 4 ആയി വിഭജിച്ചുകൊണ്ടുള്ള 40ഓളം വരുന്ന നേതാക്കന്മാർ ജില്ലാ പ്രസിഡന്റുമാരായി വരുന്നു. ഇങ്ങനെ കറക്റ്റായ ഒരു മൈക്രോ ലെവൽ പ്ലാനിങ്ങിനെ ലീഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലക്ക് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊരു ലോങ് ടേം പ്ലാനാണ് എന്ന് കൂടി ഞാൻ കരുതുന്നു. ഇത് ഇപ്പം ഉണ്ടായിട്ടുള്ളൊരു പ്ലാനല്ല. കാരണം രാജീവ് ചന്ദ്രശേഖരെ നമുക്കറിയാം കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല. കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. തിരുവനന്തപുരത്ത് അദ്ദേഹം വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കൃത്യമായി പഠിച്ച് പ്ലാൻ ചെയ്ത് ഒരു വലിയ തന്ത്രമോടെ പറ്റി. ആ തന്ത്രത്തിൽ ഒരു നമ്മുടെ ശശി തരൂരിൻ്റെ ഒപ്പം തന്നെ നിലവിലുണ്ടായിരുന്ന ഒരാളെ, ഒരു കോൺഗ്രസിൻ്റെ സെക്രട്ടറിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി വോട്ട് പിന്നിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടെങ്കിൽ പോലും അദ്ദേഹം 15,000-ൽ പരം വോട്ടുകൾക്ക് അവിടെ പരാജയപ്പെട്ടു. പക്ഷേ ജയത്തിനടുത്തേക്കെത്തി. ആ ജയത്തിനടുത്തേക്കെത്തിയ വിജയം ഇത്തവണയും ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് BJP നോക്കുന്നത്. അല്ലെങ്കിൽ BJPയുടെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം തന്നെ 10-11% വോട്ട് നേടിയിട്ടുള്ളത്. ഞാനിപ്പോൾ സ്റ്റേറ്റുകളുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ത്രിപുര അടക്കം നിരവധി സ്ഥലങ്ങളിൽ 10-11% വോട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള BJP പിന്നീട് ഒറ്റയടിക്ക് വലിയ തോതിലുള്ള വിജയം ആ സ്റ്റേറ്റുകളിൽ സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര എളുപ്പമാവില്ല കേരളത്തിൽ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെയൊക്കെ തന്നെ ഒരു പ്രതിച്ഛായ ഉയർത്താൻ കാരണമായ ഹിന്ദുത്വ ഐഡിയോളജിക്കും അപ്പുറമുള്ള റോഡുകൾ പണിയുന്ന നിതിൻ ഗഡ്കരിയെ പോലെയുള്ള ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സിന് കൂടി വലിയ സ്വാധീനം കിട്ടി. ആ പൊളിറ്റിക്സ് കൃത്യമായി BJPയുടെ പയറ്റാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനം കൂടിയാണ്. ആ സ്ട്രാറ്റജിക്ക് ഏറ്റവും പറ്റുന്നയാളെന്നുള്ള നില കൂടിയാണ് കൃത്യമായി രാജീവ് ചന്ദ്രശേഖരെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സർ, BJPയുടെ ഗ്രൂപ്പിസത്തെ പിടിച്ചു കെട്ടാനും സംഘടനയെ ചലിപ്പിക്കാനും രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമോ? ഈ എല്ലാ ആളുകളും തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകമാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ആയാൽ അദ്ദേഹത്തിന് സംഘടനയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞാൽ സുഹൃത്തായിട്ടുള്ള മറുനാടൻ ഷാജൻ്റെ ഒരു വീഡിയോ തന്നെ കണ്ടു. കാരണം ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ വന്നാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഈ 2 പക്ഷമായി നിൽക്കുന്ന, കൃത്യമായി പറഞ്ഞാൽ ഒന്ന് കൃഷ്ണദാസ് പക്ഷവും ഒന്ന് മുരളീധര പക്ഷവുമാണ്. അതിലൊക്കെ തന്നെ ചില വിള്ളലുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ B. മുരളീധരനും K. സുരേന്ദ്രനുമായിട്ട് അത്ര സുഖത്തിലല്ല എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പിസം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ, ആ പാർട്ടിയിലെ ഒരു പ്രസിഡൻ്റായി പുറത്തു നിന്നുള്ള ഒരാൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ബാംഗ്ലൂർ മലയാളിയായിട്ടുള്ള ചന്ദ്രശേഖരൻ വരുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പറയുന്നത് നിയന്ത്രിക്കാൻ കഴിയുക എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ BJP എന്ന് പറയുന്നത് ഒരു പ്രസിഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പ്രസിഡൻറ്റിന് വലിയ അമിതാധികാരങ്ങൾ നൽകുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പിന്തുണ, ഗവൺമെൻറ്റിൻ്റെയും BJPയുടെയും ഒക്കെ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പറഞ്ഞാൽ വിശേഷിച്ച നരേന്ദ്രമോദിയുടെയൊക്കെ ഒരു വലിയ പിന്തുണയുള്ള ഒരു നേതാവ് എന്നുള്ള നിലക്ക്, പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി പോലും എപ്പോഴും ആക്സസ് ഉള്ള ഒരു നേതാവ് എന്നുള്ള നിലക്ക് രാജീവ് ചന്ദ്രശേഖരനോട് എതിരിടുക അത്ര എളുപ്പമല്ല. ഒന്ന്. രണ്ടാമത്തേത്, അദ്ദേഹം ഒരു ഹാർഡ് കോർ ബിസിനസ്സുകാരനായിട്ടുള്ള ഒരാളാണ്. എല്ലാ ടാക്ടിക്സുകളും തന്ത്രങ്ങളും ഒക്കെ അറിയുന്ന ഒരാളാണ്. കർണാടക പൊളിറ്റിക്സ് വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. ഏറ്റവും ആദ്യം അദ്ദേഹം ദേവഗൗഡയുടെ ഒരു നോമിനിയായിട്ടാണ് രാജ്യസഭയിലേക്ക് എത്തുന്നത്. പിന്നീട് അദ്ദേഹം BJPയിലേക്ക് മാറിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ സംഘടന ജില്ലാ പ്രസിഡന്റുമാരെ എല്ലാം തന്നെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ജില്ലകളൊക്കെ തന്നെ വിഭജിക്കുകയും സംഘടനാ ജില്ലകളാക്കി ഏതാണ്ട് 30ഓളം വരുന്ന ജില്ലകൾ തീരുമാനിക്കുകയും അതിൻ്റെ പ്രസിഡന്റുമാരെയൊക്കെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ 40 എന്നാണ് പറഞ്ഞത്, 40 30ഓളം വരുന്ന ആളുകളെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് അവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ ലെവലിലുള്ള പ്ലാനിങ് തുടങ്ങിക്കഴിഞ്ഞു. ഈ മൈക്രോ ലെവലിലുള്ള പ്ലാനിങ് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള
ഒരു നിലപാട് അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ അടക്കം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഗംഭീരമായി പഠിച്ചുകൊണ്ടാണ് ഈ പറയുന്ന തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ പോലും എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അദ്ദേഹം ഗംഭീരമായി പഠിച്ചുകൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നോക്കിക്കൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തത്. അപ്പോൾ അതിന് നെയ്യാറ്റിൻകരയാണെങ്കിലും കോവളത്തുമൊക്കെ ആണെങ്കിലും അവിടെ രണ്ടാമത് വരാനും വോട്ടുകളിൽ വലിയ വർധന ഉണ്ടാക്കാനും ഒക്കെ BJPയുടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് കോർ IT സെഗ്മെൻ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമല്ല, പകരം സാധാരണക്കാരായ ആളുകളുടെ ഇടയിലോട്ട് കൂടി ഇറങ്ങിച്ചെല്ലാനും ചില സമുദായ സംഘടനാ നേതാക്കന്മാരെയൊക്കെ സ്വാധീനിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം വലിയ തോതിൽ സമ്പന്നനായിട്ടുള്ള ഒരാളാണ്, പണമുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വളരെ കെൽപ്പുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇവർക്കെല്ലാം അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുക മാത്രമേ സാധ്യമാകൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിന് അത്തരത്തിലുള്ള ഒരു അധികാരവും ഒരു ഫ്രീ ഹാൻഡും കേരളത്തിൽ വലിയ തോതിൽ രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ അദ്ദേഹം ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ IT പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടി അവിടെ പോകാനിരുന്നതാണ്. ആ പോകാനിരുന്നിട്ട് അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രസിഡൻ്റ് ആകണം, ചുമതലയേക്കണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്നിപ്പോൾ തലസ്ഥാനത്തുള്ളത്. അതേപോലെ തിരുവനന്തപുരത്തുള്ളത്, കേരളത്തിൻ്റെ തലസ്ഥാനത്തുള്ളത്. അതേപോലെ തന്നെ AI ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി സെമിനാറുകളിൽ പങ്കെടുക്കാനായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചനുസരിച്ച് തന്നെ വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം നിരവധി സെമിനാറുകളിൽ പങ്കെടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കി ഇന്ത്യക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത്തരത്തിൽ കോണ്ടാക്ട്സ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം, JP നഡ്ഡയും ഒക്കെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരിക്കുന്നിടത്തോളം കാലം ഒരു സംശയവും വേണ്ട, വലിയ തോതിലുള്ള ഒരു ഫ്രീ ഹാൻഡ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന് കിട്ടും. അതുകൊണ്ട് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന BJPയുടെ കേന്ദ്ര നേതൃത്വം വിചാരിച്ചിട്ടുള്ളത് ഈ സംഘടനാ പ്രശ്നങ്ങളും അതിൻ്റെ ഗ്രൂപ്പിസവും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. അപ്പോൾ അതിനും അപ്പുറത്തേക്കുള്ള ഒരാൾ വന്ന് ഇതിനെല്ലാത്തിനെയും ഞെരിച്ചുടക്കുകയും സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം BJPയോടും കേന്ദ്ര നേതൃത്വത്തോടും നരേന്ദ്രമോദിയോടും താല്പര്യമുള്ള ആളുകൾ പോലും ഇവിടെ കൃത്യമായി BJPക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുകൂടി കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ പഠനത്തിലൂടെ. അത് കേരളത്തിലെ BJP പലപ്പോഴും KJP എന്നൊക്കെയാണ് കളിയാക്കി വിളിക്കുന്നത്, ആ നേതാക്കന്മാരുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ്. അപ്പോൾ അത്തരം താല്പര്യക്കുറവ് കൊണ്ടുള്ള പടലപ്പണക്കങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയാൻ പോകുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതായത് BJPക്ക് 55, 56, 57% വരെ വോട്ട് കിട്ടും ഡൽഹി തെരഞ്ഞെടുപ്പിൽ, നാഷണൽ തെരഞ്ഞെടുപ്പിൽ, അതായത് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അതേസമയം BJPയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 20% വോട്ട് കുറഞ്ഞ് 35, 36% വോട്ടുകളാണ് BJPക്ക് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. കേരളത്തിലും അങ്ങനെ ഒരു ചെറിയ പ്രതിഭാസമുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ലോക്സഭയിലേക്ക് പോകുന്ന വോട്ടുകൾ പലപ്പോഴും ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു മത്സരമായി കുറേ സ്ഥലങ്ങളിലെങ്കിലും മാറ്റാനും അത്തരത്തിൽ വലിയ തോതിൽ BJPക്ക് വോട്ട് സമാഹരിക്കാനും കഴിയുന്നുവെങ്കിൽ പലപ്പോഴും നിയമസഭയിലേക്ക് വരുമ്പോൾ ഇനി 2026 നിയമസഭയിലേക്കൊക്കെ അത്ര വോട്ടുകൾ പിടിച്ചു നിർത്താൻ കഴിയും എന്ന് പറയുന്ന ഉറപ്പില്ല. അപ്പോൾ അത് കാരണം കേന്ദ്ര നേതൃത്വത്തോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടുമൊക്കെയുള്ള താല്പര്യം കൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ സർവേകളിലൊക്കെ തന്നെ അവർ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകളെ പിടിച്ചു നിർത്തുകയും സംഘടനാപരമായ ബേസ് പിടിച്ചു നിർത്തുകയും അതേസമയം നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയവുമില്ലാത്ത അപൊളിറ്റിക്കലായ കുറേ കൂടി നല്ല ജോലി വേണം, ഡെവലപ്മെൻറ്റ് വേണം, യൂറോപ്പും അതുപോലെ തന്നെ അമേരിക്കയും ബ്രിട്ടനുമൊക്കെ പോലെ ഇന്ത്യയും കേരളവും ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു യുവതലമുറയുടെ പുതിയ വോട്ടുകൾ കൂടി സമാഹരിക്കുകയും അത്തരത്തിൽ വലിയൊരു കരിസ്മയുള്ള നേതാവായി സ്വയം മാറുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം വിജയിക്കാൻ തന്നെയാണ് സാധ്യത ഒരു പരിധിവരെ. സാർ, രാജീവ് ചന്ദ്രശേഖരൻ്റെ വിദ്യാഭ്യാസം, ജീവിത രീതി, ഇതിനെക്കുറിച്ച് സാർ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സാറിന് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ഞാൻ വളരെ നേരത്തെ മുതൽ തന്നെ വളരെ കീൻലി ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹം 486 പെൻറ്റിയം പ്രോസസ്സറൊക്കെ, പെൻറ്റിയത്തിൻ്റെ ഒരു ചിപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്നറിയില്ല എത്ര പേർക്ക്, 486 എന്ന് പറയുന്ന ഒരു ചിപ്പൊക്കെ നിർമ്മിക്കുന്ന ആ ഗ്രൂപ്പിൽ അംഗമായിരുന്ന ഒരാളാണ്, ഇൻ്റൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊക്കെ കേൾക്കുന്നത് തന്നെ. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുകയും പിന്നെ MS ഒരു വിദേശ സർവകലാശാലകളിൽ നിന്ന് ചെയ്യുകയും
പിന്നെ ഹാർവാർഡ് പോലെയുള്ള വലിയ 2 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അദ്ദേഹം മാനേജ്മെൻറ്റ് ബിരുദം നേടുകയും ഒക്കെ ചെയ്ത അതീവ മിടുക്കനായിട്ടുള്ള സിലിക്കോൺ വാലിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, അദ്ദേഹത്തിന് കല്യാണം കഴിച്ചിട്ടുള്ളത് BPL ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന നമ്പ്യാരുടെ മകളെയാണ്, അതിൻ്റെ ഓണറായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം BPL എന്ന് പറയുന്ന ഒരു ടെലികോം കമ്പനി തന്നെ തുടങ്ങി. ആ ടെലികോം കമ്പനി തുടങ്ങുമ്പോൾ അന്നെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇത് ചിലപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം, കാരണം 100 കോടി രൂപയൊക്കെ അദ്ദേഹം ലോൺ എടുത്തുകൊണ്ടാണ് അത് തുടങ്ങുന്നത് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആ 100 കോടി രൂപ ലോൺ എടുക്കുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സച്ചിൻ പൈലറ്റിൻ്റെ ഫാദറായിട്ടുള്ള രാജേഷ് പൈലറ്റൊക്കെ അദ്ദേഹത്തിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് ഇന്ത്യയിൽ തന്നെ എന്തുകൊണ്ടൊരു കമ്പനി തുടങ്ങിക്കൂടാ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ബാങ്കിൽ നിന്ന് വലിയ റിസ്ക്കാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. കാരണം 100 കോടി രൂപ ലോൺ എടുക്കുന്നു എന്ന് പറഞ്ഞ് ആ ലോൺ എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന BPL മൊബൈൽ എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, അന്ന് ആകെ 2 ടെലികോം കമ്പനികൾ ഇന്ത്യയിലുള്ളൂ, ഒന്ന് BPLും ഒന്ന് എസ്കോട്ടലുമാണ്. അപ്പോൾ എസ്കോട്ടലിലേക്ക് പരസ്യമൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ചമ്പക്കരയിൽ വെച്ചിട്ടുള്ള ഒരു ബോർഡിലെ പരസ്യം എന്ന് പറയുന്നത് മഴയാണ് എസ്കോട്ടലിനേക്കാൾ നന്നായി, ഈ പറയുന്ന മഴ മാത്രമാണ് എസ്കോട്ടലിനേക്കാൾ നന്നായി കേരളത്തെ കവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞുള്ള പരസ്യങ്ങളൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു BPL എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആ BPL എന്ന് പറഞ്ഞ കമ്പനിക്ക് നിരവധി പ്രയാസങ്ങളുണ്ടായി. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിനെല്ലാം നിതാന്ത പരിശ്രമം കൊണ്ട് മറികടക്കുകയും ഏറ്റവും ഒടുവിൽ അത് വലിയ പണത്തിന് ഹച്ചിസൺ SRന് വിൽക്കുകയും ചെയ്തു. ഏതാണ്ട് $1,100 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതാണ്ട് ഒരു 10,000 കോടി രൂപ എടുത്തു. അപ്പോൾ അത്തരത്തിൽ വിൽക്കുകയും ആ വിറ്റതിന് ശേഷം അദ്ദേഹം ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ കമ്പനി തുടങ്ങുമ്പോൾ ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നിരാമയ റിസോർട്ട്സ് എന്ന് പറഞ്ഞ കോട്ടയത്തുള്ളത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് മറ്റേ എൻ്റർടൈൻമെൻറ്റ്സ് അല്ല, ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കമ്പനികളിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 50-ലധികം കമ്പനികളിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റായി അദ്ദേഹം മാറുകയും ഇതുപോലെ നിരവധി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതൊക്കെ ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. പലപ്പോഴും ഈ ഇൻഫോസിസ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നിരാമയ റിസോർട്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ EPA ജയരാജനൊപ്പം ബിസിനസ് നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ അവരുടെ ഡേ ടു ഡേ അഫയേഴ്സിലൊന്നും ഇടപെടാറില്ല. അവർക്ക് അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷേ അവർ വളരെ വേണമെന്ന് വെച്ചാൽ അവർക്ക് ഇടപെടാമായിരിക്കും. പക്ഷേ അത്തരത്തിൽ അവർക്ക് പലപ്പോഴും ഇടപെടാറില്ല. കുറേ കൂടി ഫ്രീഡം കൊടുത്തുകൊണ്ട് ആ ബിസിനസ് റൺ ചെയ്യുകയും ഗ്രോ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ അവർ ഗ്രോ ചെയ്യുകയും ഇവരിതിൻ്റെ പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മാർക്ക് സുക്കർബർഗൊക്കെ നമ്മുടെ അതായത് ഫേസ്ബുക്കിൻ്റെ ഓണറൊക്കെ തന്നെ ബൈജൂസ് ആപ്പിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഏതാണ്ട് കനേഡിയൻ പെൻഷൻ ഫണ്ട് അടക്കമുള്ള നിരവധി ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം അവരൊക്കെ ഓണർമാരായി മാറി. അതുകൊണ്ട് നേരെ വന്നിട്ട് രാവിലെ വന്നിട്ട് എന്ത് ഇവിടെ ചെയ്യണമെന്ന് അവരൊന്നും തീരുമാനിക്കുന്നില്ല. അത് ബൈജൂസൊക്കെ തന്നെയാണ് തീരുമാനിക്കുന്നത്. അവരുടെ മെഡിക്കൽ വിശ്വസിച്ചാണ് ആ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഈ ഏഷ്യാനെറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സുവർണയും ഏഷ്യാനെറ്റൊക്കെ കിടക്കുന്ന വലിയൊരു കമ്പനിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയല്ലേ, എന്നിട്ട് അതിനനുസരിച്ച് എന്താണ് പോകാത്തത്, അവരെന്താണ് BJPയെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഏറ്റവും ഒടുവിൽ സിന്ധു സൂര്യകുമാറിൻ്റെ കുംഭമേളയുമായി ബന്ധപ്പെട്ട നിലപാടിലൊക്കെ അദ്ദേഹം കുറച്ചുകൂടി കർക്കശമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത്, മറുനാടനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത വരണമെങ്കിൽ ഞാനും ബാക്കിയുള്ളവരെ പോലെ അവരുടെ മുമ്പിൽ ചെന്ന് കാല് പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതൊരു ബിസിനസ്സിൻ്റെ രീതികളാണ്. അതൊന്നും ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പഠനം നടത്തുന്ന വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയാതെ വയ്യ, CPM ഒക്കെ അതിൻ്റെ എതിർപ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോരാളി ഷാജി എന്ന് പറയുന്ന CPMൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുണ്ടല്ലോ, ആ ഹാൻഡിലിൽ ഇദ്ദേഹം നമ്പ്യാരെ, അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മായിയച്ഛനെ തന്നെ ചതിച്ച ആളാണ്, അങ്ങനെ പറ്റിച്ച ആളാണ്, അവർ ഇപ്പോൾ തിരിച്ചുവരവിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 കോടി അവർ ഇപ്പോൾ ലാഭമുണ്ടാക്കിയിട്ടുണ്ട്. 4,600 കോടി രൂപയുടെ കമ്പനിയായിരുന്നു. അതിനെ മുഴുവൻ ചതിച്ചത് രാജീവ് ചന്ദ്രശേഖരാണ്, കൊടും ചതിയനാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ കൊടിയ വിഷമാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്കറിയാമല്ലോ. തൃശ്ശൂരിലൊരു സ്ഫോടനവുമുണ്ടായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങളൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങളെയൊക്കെ തന്നെ അത് മുസ്ലിം തീവ്രവാദി
തീവ്രവാദികളായിരിക്കും എന്നുള്ള മലക്കുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. ഹമാസുമായി ബന്ധമുണ്ട് എന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ അത് തിരിച്ചടിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇദ്ദേഹം ഒരു കൊടും വിഷമാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. തൃശ്ശൂർ നമുക്കറിയാമല്ലോ, ഒരു പെന്തക്കോസ്ത് പോലെയുള്ള ഒരു സഭയിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊട്ടിത്തെറി, ഒരു മണ്ണെണ്ണയും ഒക്കെ ആയിട്ട് ചെന്നൊരു ബോംബ് നിർമ്മിക്കുകയും അവിടെ പൊട്ടിത്തെറിക്കുകയും ചില ആളുകൾക്ക് പരിക്കേൽക്കുകയും മരിക്കുകയൊക്കെ ചെയ്ത വിഷയം. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളും വിമർശനങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ മാറുന്നൊരു രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൂടുതൽ പണമുള്ള, കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുള്ള, ഇംഗ്ലീഷ് ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയുന്ന, നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്ന ഒരു കൃത്യമായിട്ടുള്ള യുവതലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ യുവതലമുറയുടെ മിടുക്കിലും അവരുടെ ബേസിലുമാണ് മിക്കവാറും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ലോകത്തെവിടെയും അധികാരത്തിലെത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ലോകത്ത് തന്നെ പലപ്പോഴും അധികാരത്തിലെത്തിയിട്ടുള്ളത്. അത് USA ബ്രിട്ടനിലാണെങ്കിലും നിരവധി രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും. കാരണം മറ്റുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരു ചേരിയുടെ ഭാഗമായി നിൽക്കുന്ന, ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നിൽക്കുന്ന, പലപ്പോഴും ഒരു ഐഡിയോളജി ഉള്ള ആളുകളൊക്കെ തന്നെയാണ്. അവരെ മാറ്റുക അത്ര എളുപ്പമല്ല. അപ്പോൾ അത്ര ഐഡിയോളജിക്കൊന്നുമില്ലാത്ത, ഒരു അപൊളിറ്റിക്കലായ, അത്ര അരാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതികളുള്ള ആളുകളെ കൂടി സ്വാധീനിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് എത്ര കണ്ട് കഴിയും എന്നുള്ളതാണ് ഈ ചോദ്യം ഉയർത്തുന്നത്. പക്ഷെ ഒരു കാര്യം പറയാതെ പോയി, അദ്ദേഹം മിടുക്കനാണ്. അദ്ദേഹം ചെയ്യുന്ന ഏതൊരു പണിയും 100% പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലൊക്കെ അദ്ദേഹം മിടുക്കനാണ്. ചില ചെറിയ പാളിച്ചകൾ തിരുവനന്തപുരത്ത് പറ്റിയിരുന്നില്ലെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം വലിയ തോതിൽ പണം മുടക്കിയതിൻ്റെ വലിയ യൂട്ടിലൈസേഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. വളരെ തുറന്നു തന്നെ പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണേണ്ടതായിരുന്നു. പക്ഷേ ഒരു വലിയ പ്രശ്നം വന്ന് പെട്ടതുകൊണ്ട്, എന്ന് പറഞ്ഞാൽ എൻ്റെ തിരക്കുകൊണ്ട് അദ്ദേഹത്തെ 4 മണിക്ക് തൃശ്ശൂർ വെച്ച് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. കാരണം അതൊരു ചില കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ ദൗർഭാഗ്യത്തിന് അത് കഴിഞ്ഞില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കഴിയാതിരുന്നത് കൊണ്ട് കൂടിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം. അദ്ദേഹം മിടുക്കനാണ്. ഒരുപക്ഷെ BJP അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ്. ഇതിൽ കോൺഗ്രസ് ഭയക്കേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വം നഷ്ടപ്പെടുകയും BJP ഒരു യഥാർത്ഥ പ്രതിപക്ഷം, ഒരു 10-15 സീറ്റുകളെങ്കിലും മേടിച്ചുകൊണ്ട്, ഒരു 10 സീറ്റുകളോ 8 സീറ്റുകൾക്കും 10 സീറ്റുകൾക്കൊക്കെ വേണമെങ്കിൽ കിട്ടിക്കൊണ്ട് ഒരു പ്രതിപക്ഷമായി മാറാനും, വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി മാറാനും 5 കൊല്ലം കൂടി കഴിയുമ്പോൾ, അതായത് 2031 വരുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു ഭരണകക്ഷിയായി തന്നെ മാറാനും ഒക്കെ കഴിയുമോ എന്നുള്ള കൃത്യമായ ഒരു ലോങ് ടൈം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അധികാരമേൽക്കുന്നത് BJPയുടെ പ്രസിഡന്റായി.